എന്താടാ, എന്താ ഉണ്ടായത്? അടാ, അവളുമാര് ഇവന്റെ തലയ്ക്ക് അടിച്ചിട്ടേ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എത്ര നേരമായി? 2 മിനിറ്റ് ആയാലെന്ന് അവൻ പറയുന്നത്. 2 മിനിറ്റ് ആയിട്ടുള്ളൂ. എങ്കിൽ അവളുമാരി കോമ്പൗണ്ടിട്ട് പുറത്തു പോയിട്ടുണ്ടാവില്ല. നോക്കടാ. വേദനയുണ്ട് ശ്യാമേ. ഇവിടെ നോക്കട്ടെ. അയ്യോ, ചെറുതായിട്ട് ചോര പൊടിയുന്നുണ്ടല്ലോ. അവരോടൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? രാക്ഷസന്മാർക്ക് ഇതൊക്കെ പ്രിയപ്പെട്ട കാര്യമല്ലേ? ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടതായിരിക്കും. ഞാൻ കാരണം എടുത്തേം കൂടി. വേണ്ട ശ്യാമേ, നീ കാരണമെന്ന് ഒരിക്കലും പറയണ്ട. നീ കാരണം എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ശ്യാമ എന്ന ലോകം അറിയപ്പെടുന്ന ഗായികയുടെ കൂടെ നടക്കാൻ പറ്റുന്ന അവസരമല്ലേ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനമായിട്ടാണ് ഞാനത് കണ്ടിട്ടുള്ളൂ. വേദനയുണ്ടോ? മോളെ, രാധിക ഒന്ന് നോക്കിയേ. ആ, വരൂ. ഇപ്പൊ കറക്റ്റ്. യശോദേ, ഈ കൈപ്പുണ്യം എന്താ ദൈവം നമുക്കാർക്കും തരാത്തെ? എല്ലാവർക്കും കിട്ടുന്ന സാധനമാണെങ്കിലേ കൈപ്പുണ്യത്തിന് പിന്നെ എന്താ പ്രത്യേകത? മുത്തശ്ശി വെളുപ്പിന് ഉണർന്നോ? കുറച്ചുകൂടി കിടക്കായിരുന്നില്ലേ? അതിന് എനിക്കിപ്പോ കുഴപ്പമൊന്നും ഇല്ലല്ലോ. മുത്തശ്ശി ഒന്ന് ലെവലായി വരുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് വലിയ വാചകമൊന്നും വേണ്ട. വാചകം അടിക്കുന്നൊന്നും അല്ലടാ. എനിക്ക് അസുഖം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഉണ്ടായിരുന്നു. പക്ഷെ വന്നു കയറിയതേ സ്നേഹമുള്ളൊരു കുടുംബത്തേക്ക്. സ്നേഹം മാത്രം തരാൻ അറിയാവുന്ന എന്റെ കൊച്ചുമോളുടെ അടുത്തേക്ക്. അതുകൊണ്ട് ക്ഷീണം പെട്ടെന്നങ്ങ് മാറി, അത്ര തന്നെ. ആ മുത്തശ്ശി, ഞാനിപ്പോ ചായ തരാവേ. ഏയ്, ചായയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് മതി മോളെ. നിന്റെ ഈ ജോലിയൊക്കെ നടക്കട്ടെ. ഇതെല്ലാം കൂടി ഒന്ന് കണ്ടു നിൽക്കാൻ നല്ല രസമല്ലേ? പെൺകുട്ടികളായ ഇങ്ങനെ വേണം. എത്ര കടുപ്പം കൂടിയ സാഹചര്യത്തിൽ നിന്നും പൊരുതി മുമ്പിൽ കയറാൻ അറിയണം. അതിന് മറ്റുള്ളവരെന്റെ രാധിക മോളെ കണ്ടു പഠിക്കണം. തിരുമേനി, യശോദേ,
എന്നെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ അവസാനം ക്രെഡിറ്റ് ഒക്കെ അച്ഛനമ്മയും കൊണ്ടുപോയോ? ആ ക്രെഡിറ്റ് ഞങ്ങൾക്ക് ഇരിക്കട്ടെ മോളെ. നിന്നെ കുറിച്ച് നല്ല വാക്ക് കേൾക്കുന്നത് അച്ഛനും അമ്മയ്ക്ക് അഭിമാനല്ലേ? ആയിക്കോട്ടെ. ആ ഉമേച്ചി, എന്താ ഡോക്ടർ പറഞ്ഞേ? മരുന്ന് തന്നിട്ടുണ്ട്. ഞാൻ അവളോട് കഴിച്ചിട്ട് കിടക്കാൻ പറഞ്ഞു. ആ എന്നാ ഉമേച്ചിയും കുടിക്കും. ആ ഉമ്മർത്താരോ വന്നിട്ടുണ്ട്. ഒരു പെണ്ണാ. മോളെ കാണണോന്ന് പറഞ്ഞു. അമ്മ നോക്കണോ മോളെ? വേണ്ടമ്മേ, പൊതിച്ചോറിന്റെ കാര്യം പറയണ മറ്റായിരിക്കും. ഞാൻ പോയി കണ്ടിട്ട് വരാം. ചേച്ചി ഒന്ന് ചെയ്യോ? എടാ, രാധികയെ വളർത്തി വലുതാക്കിയതിനുള്ള മുഴുവൻ ക്രെഡിറ്റും ഞാൻ തിരുമേനിക്ക് യശോദയ്ക്കാ കൊടുത്തത്. എന്ന് കരുതി നിന്റെ കഴിവ് അത്ര കുറവൊന്നുമല്ല കേട്ടോ. കൂടെ ജീവിക്കുന്ന ഒരു പെണ്ണിനെ എങ്ങനെ മാനിക്കണമെന്നും എങ്ങനെ ഒപ്പം കൊണ്ട് നടക്കണമെന്നും നിനക്ക് നന്നായിട്ടറിയാം. താങ്ക് യു.